വിശദമായ വാർത്തകളിലേക്ക്. ഗസ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ഇസ്രായേലിലും ഈജിപ്തിലും തിരക്കിട്ട ചർച്ചകൾ തുടരവെ ഇന്ന് 13 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. അമേരിക്കൻ സൈന്യം ഗസയിൽ കാലുകുത്തില്ല എന്ന് ഇസ്രായേലിലെത്തിയ യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതിന് കൂടുതൽ സമയം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റഫ അതിർത്തി തുറക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ശക്തമാണ്. MCA നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ചർച്ചകൾ നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. ആദ്യം അറിയേണ്ടത് നിലവിലെ അവിടുത്തെ സാഹചര്യം തന്നെയാണ്. ഒരു വെടിനിർത്തൽ കരാറിലേക്കൊക്കെ കടന്നപ്പോൾ ലോകം വളരെ പ്രത്യാശയോടെ നോക്കിക്കണ്ടതാണ് വീണ്ടും സമാധാനം പുലരുന്നു എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോഴും അവിടെ ആക്രമണം തുടരുകയാണല്ലേ? അവിടെ തീർച്ചയായിട്ടും ഈ മാസം 10-ാം തീയതിയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഇന്നിപ്പോൾ 21 തികയുകയാണ്. അതായത് 11 ദിവസം പിന്നിടുന്നൊരു ഘട്ടത്തിൽ ഏതാണ്ട് കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 110 മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് മാത്രം 13 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഈ ആക്രമണമൊക്കെ തുടരുന്നുണ്ട് എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രതികരണം അമേരിക്ക നടത്തുന്നില്ല. നേരെ മറിച്ച് അമേരിക്കൻ സൈന്യം ഒരു ഘട്ടത്തിൽ പോലും ഗസയിലേക്ക് വരില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള JD വാൻസ് എന്ന് ഇസ്രായേലിൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെടിനിർത്തൽ കരാർ വളരെ സുഗമമായി മുന്നോട്ട് പോകുന്നു എന്നാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പ്രതികരിച്ചിരിക്കുന്നത്. ഇനിയും അത് അടുത്ത ഘട്ടങ്ങളിലേക്ക് ഇത് നീങ്ങുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജറദ് കുഷ്നർ, അദ്ദേഹം ട്രംപിൻ്റെ മരുമകനാണ്, ട്രംപിൻ്റെ ഉപദേശകനാണ്. ജറദ് കുഷ്നർ പറഞ്ഞിരിക്കുന്നത് ഈ പുനർനിർമ്മാണത്തിനുള്ള തുക ഹമാസ് നിയന്ത്രിത മേഖലയിലേക്ക് തൽക്കാലം പോവുകയില്ല. ആ തുക ഒരിക്കലും ഹമാസിന് ദുർവിനിയോഗം ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നൊരു പ്രതികരണം അദ്ദേഹവും നടത്തിയിട്ടുണ്ട്. തിരക്കിട്ട ചർച്ചകൾ കൈറോയിലും അതോടൊപ്പം തന്നെ ഇസ്രായേലിലും തുടരുന്നുണ്ട്. പക്ഷേ തികച്ചും ഇസ്രായേലിൻ്റെ ഒരു താല്പര്യങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു ചർച്ചകളും നടപടികളുമാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം നോക്കുക അമൃത, ഈ 11 ദിവസം പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ ഗസയിലേക്ക് ഇപ്പോൾ ആകെ അനുവദിച്ചിരിക്കുന്ന ട്രക്കുകളുടെ എണ്ണം 900 ട്രക്കുകൾ മാത്രമാണ് ഈ 11 ദിവസത്തിനുള്ളിൽ ഗസയിലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. കരാർ പ്രകാരം ദിനംപ്രതി 600 ട്രക്കുകൾ ഗസയിലേക്ക് കയറ്റിവിടണം എന്നായിരുന്നു കരാറിൽ വ്യക്തമാക്കിയത്. പക്ഷേ ആ 600 ട്രക്കുകൾക്ക് പകരം ഈ 11 ദിവസം കൂടി 900 ട്രക്കുകൾ മാത്രമാണ് എത്തിച്ചിരിക്കുന്നത്. അന്തർദേശീയ സമ്മർദ്ദം ശക്തമായി തുടരുന്നുണ്ട് എങ്കിൽ പോലും റഫ ഉൾപ്പെടെയുള്ള അതിർത്തികൾ തുറക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ അതിർത്തികൾ തുറക്കാത്തൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ മനുഷ്യർ നേരിടുന്ന പട്ടിണി, പരിവട്ടങ്ങൾ, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മ, ഇതൊക്കെയും അതിശക്തമായി തന്നെ തുടരുകയാണ്. അതായത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ തന്നെയാണ് ഈ വെടിനിർത്തലിൻ്റെ 11 ദിവസവും ഈ മനുഷ്യർ മുന്നോട്ട് പോകുന്നത്. അവർക്കുള്ള കുടിവെള്ളം, ഭക്ഷണം, മരുന്ന്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണമെന്ന് പറയാൻ പോലും ഏറ്റവും വലിയ ഒരു മധ്യസ്ഥ രാജ്യമെന്ന് പറയുന്ന അമേരിക്ക ഇനിയും തയ്യാറായിട്ടില്ല. മറ്റ് മധ്യസ്ഥ രാജ്യങ്ങളൊക്കെ അതിനു വേണ്ടി ഇസ്രായേലിന് മേലും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് മേലും സമ്മർദ്ദം തുടരുന്നുണ്ട് എങ്കിൽ പോലും പ്രയോഗതലത്തിൽ ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെയാണ് ഈ ലക്ഷക്കണക്കിന് വരുന്ന പലസ്തീൻ സമൂഹം ഇപ്പോൾ പോലും മുന്നോട്ട് നീങ്ങുന്നത്. ഒരു സമാധാനം അത്യാവശ്യമാണ്. ഇതിപ്പോൾ US വൈസ് പ്രസിഡന്റ് ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ ഇപ്പോൾ ഈ രണ്ടാം ഘട്ട ചർച്ചകൾ ഏത് രീതിയിലാണ് നാസർ പുരോഗമിക്കുന്നത്? ഈജിപ്തിലും ഇസ്രായേലിലും ഒക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്? എവിടെ എത്തി നിൽക്കുന്നു ഈ ചർച്ചകൾ?